പറഞ്ഞോ? അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. എന്റെ മോളെ കാണാനില്ല. എന്താ ചെയ്യണ്ടെന്ന് അറിയത്തില്ല. അമ്മേ, അമ്മേ, ഈ പൊട്ടച്ചക്കെ ഇവനോട് ചോദിച്ചാ ഇവൻ പറയും കൊച്ചിട്ടേന്ന്. പറയണോ പറയണോ പറയണോ? അയ്യോ സാറേ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ സാറേ. അവന് പെങ്ങളെന്ന് പറഞ്ഞ ജീവനാ. ഞങ്ങളെ പൊന്നു മോള് ഞങ്ങളോട് പറയാതെ എവിടെയും പോകത്തില്ല സാറേ. എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഞങ്ങളെ കുഞ്ഞിനെ ഒന്ന് കണ്ടെത്തി തരണേ സാറേ. പാലകൾ പൂത്തു തുടങ്ങി. പക്ഷേ രാത്രി പുറത്തിറങ്ങാൻ യക്ഷിക്ക് വരെ പേടിയാണത്രേ. സമർപ്പണം അളവില്ലാതെ പിച്ച് ചീന്തപ്പെടുന്ന പെൺജന്മങ്ങൾക്കെല്ലാം ഒരു മെഴുകുതിരി കത്തിത്തീരുന്നവരെ മാത്രം സഹോദാവും വേഷം കെട്ടിയാടി. എനിക്കിത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും. പൊന്നോ പൊന്നോ, ഇവിടെ വാടി കാന്തായി. അയ്യോ അച്ഛാ, ഇതച്ഛാ ഒടിച്ചിൽ വേദനിക്കുന്നു. പിന്നെ ഇല്ലേ അച്ഛാ, ഇന്ന് പോയി വരുമ്പോ മോക്കൊരു ചോക്ലേറ്റ് കൊണ്ടുവരൂ. എനിക്കോ എനിക്കോ അച്ഛന്റെ പൊന്നു മക്കൾക്ക് അച്ഛൻ ചോക്ലേറ്റും എല്ലാം കൊണ്ടുവരാട്ടോ. അച്ഛനും അമ്മയും ടൗണിൽ പോയി വരുമ്പോ എല്ലാം കൊണ്ടുവരാട്ടോ. എല്ലാ രണ്ടുപേരും ഇവിടേക്കാണോ? പൊന്നു, അമ്മ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. കഴിക്കണം, പഠിക്കണം, ഏട്ടനെടുത്ത് കൊടുക്കണം കേട്ടോ. കേട്ടോ, പോവാം. ചേട്ടാ, ചേട്ടാ, അയ്യോ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ മാമ. എന്തിനാ? അറിയായിരുന്നു. എന്നാലും അങ്കിളിന്റെ സുന്ദരി കുട്ടിക്ക് അങ്കിൾ എന്താ കൊണ്ടുവന്നെന്ന് കണ്ടേ. ഹായ്, ചോക്ലേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടാ. താങ്ക് യു. വീട് ചേട്ടാ. എന്തിനാ മോളെ പേടിക്കുന്നേ? അങ്കിളല്ലേ, എന്തിനാ മോളെ പേടിക്കുന്നേ? അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. മോൾക്ക് പേടിയാണെന്ന്. അമ്മേ. മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിച്ച ഒരു ദാരുണ സംഭവമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. 5 വയസ്സുകാരിയുടെ മരണത്തെ പറ്റി നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം. പറയൂ ചേച്ചി, പറയൂ, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? എന്നാ പറയാനോ, കണ്ട ബംഗാളിയൊക്കെ ഈ നാട്ടിൽ വന്ന് താമസിച്ചാലേ ഇതൊക്കെ തന്നെയാ അവസ്ഥ. താങ്കൾ പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്തായി പറയണേ? നോ കർമ്മങ്ങൾ ചെയ്യേ, നടക്കില്ല. അതുമേതോ അന്യ നാട്ടിൽ വന്ന കുട്ടിക്കായി നടക്കില്ല, അത്രേ ഉള്ളൂ. സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സാർ, എനിക്കും എൻ്റെ ടീമിനും കുട്ടിയെ രക്ഷിക്കാൻ ആയില്ലെങ്കിലും ഞങ്ങൾ ക്രിമിനലിനെ കണ്ടെത്തിയിട്ടുണ്ട്. മാറിക്കേ, എല്ലാരും ഒന്ന് മാറിക്കേ. ഞാൻ എൻ്റെ കുട്ടിയെ ഒന്ന് കണ്ടോട്ടെ. നമ്മള് മോൾ കിട്ടിയാ ഏട്ടാ, നമ്മള് മോള് കിട്ടിയേട്ടാ. മോളെ മോളെ ഏട്ടാ, നമ്മള് മോള് ഉറങ്ങേട്ടാ. ഉറങ്ങിക്കോട്ടെ, എന്റെ പൊന്നു മോള് ഉറങ്ങിക്കോട്ടെ ഏട്ടാ, ഉറങ്ങിക്കോട്ടെ എന്റെ പൊന്നു മോളെ. നിങ്ങൾ പറയൂ, ആരാനന്ദൻ കഥയിലെ പിതാവോ ഈ സമൂഹമോ? ആർക്കാണ് ബുദ്ധിമാന്ദ്യം സംഭവിച്ചിരിക്കുന്നത്? കഥയിലെ സഹോദരനോ അതോ നമുക്കോ? നന്ദി, നമസ്കാരം.